പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് സിനിമയിൽ വന്ന് പണക്കാരായി മാറിയ നടന്മാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. അങ്ങനെ വലിയ കാശുകാരായ നടന്മാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യമായിട്ട് വിനായകൻ വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് കോടികളുടെ സമ്പാദ്യമുണ്ട്. അടുത്തയാൾ കലാഭവൻ മണിയാണ്. കലാഭവൻ മണി പാവപ്പെട്ട കുടുംബത്തിലെയായിരുന്നു. കോടിക്കണക്കിന് സ്വത്തുക്കൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ട്. ഓട്ടോ അടിക്കാനും കൂലിപ്പണിക്കും ഒക്കെ പോയിട്ടുള്ള ഒരു നടനാണ് കലാഭവൻ മണി. മറ്റൊരു നടൻ ദിലീപാണ്. ദിലീപും പാവപ്പെട്ട വീട്ടിലെയാണ്. ഇദ്ദേഹം ചെയ്തിരുന്ന സാധാരണ ജോലികളൊക്കെയാണ്. വീടുകളിൽ നീലം കച്ചവടത്തിനൊക്കെ അദ്ദേഹം പോയിട്ടുണ്ട്. പണ്ട് കാലത്ത് വീടുകളിൽ നീലം വിൽക്കാനായിട്ടൊക്കെ ആൾക്കാർ വരുന്നത് നമ്മൾ ഓർക്കുന്നില്ലേ? അതുപോലുള്ള കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്. മറ്റൊരു നടൻ ഹരിശ്രേഷവനാണ്. ഹരിശ്രേഷവനും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അടുത്ത ആൾ ജയസൂര്യാണ്. ജയസൂര്യയും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അതുപോലെ ശ്രീനിവാസനും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. ഇന്ദ്രൻസും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി തയ്യലായിരുന്നു. അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. ഷാരൂഖ് ഖാനും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. വളരെ സാധാരണ ജീവിതമായിരുന്നു ഷാരൂഖ് ഖാന്റെയും. സൂപ്പർ സ്റ്റാർ രജനികാന്തും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അടുത്ത ആൾ മണിയമ്പിള്ള രാജുവാണ്. മണിയമ്പിള്ള രാജുവും പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. മറ്റൊരാൾ മാമുക്കായാണ്. മാമുക്കായും പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അടുത്തയാൾ യാഷാണ്. യാഷും പാവപ്പെട്ട വീട്ടിലായിരുന്നു. സാധാരണ ജോലിയൊക്കെ ആയിരുന്നു. സീരിയൽ അഭിനയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരാളായിരുന്നു. അടുത്ത ആൾ വടിവേലുവാണ്. വടിവേലു വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു. അടുത്തയാൾ വിജയ് സേതുപതിയാണ്. വിജയ് സേതുപതി വളരെ പാവപ്പെട്ട വീട്ടിലെ ആയിരുന്നു. അതുപോലെ യോഗി ബാബുവും വളരെ പാവപ്പെട്ട വീട്ടിലെ ആയിരുന്നു. അതുപോലെ നമ്മുടെ ശാലിനിയും വളരെ പാവപ്പെട്ട വീട്ടിലെയായിരുന്നു. അംബിക നടി, പഴയകാല നടി അംബികയും വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. ലിസിയും അതുപോലെ വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പിന്നുള്ളത് മുക്തയാണ്. മുക്തയും വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു. അടുത്തയാൾ നമ്മുടെ അനശ്വരരാജനാണ്. അനശ്വരരാജനും വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഷീലാമയാണ്. ഷീലാമയും വളരെ പാവപ്പെട്ട വീട്ടിലായിരുന്നു.